ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും മിറർ വർക്കാണ്. മിറർ വർക്കിന്റെ സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ മിറർ റോളാണ്. കാണിച്ചു തരാം. ചെറിയ ചെറിയ മിറർ റോളാണ്. ഇതുപോലെ വലുതും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അത് ഒട്ടിക്കാനുള്ള ഗ്ലൂ, ഫാബ്രിക് ഗ്ലൂ ആണിത്. പിന്നെ നമ്മുടെ നോർമൽ എംബ്രോയിഡറി ത്രെഡും അത് കോർത്ത് വെച്ചിരിക്കുന്ന സൂചി, 3 ഇഴയാണ് കോർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വർക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഒരു മിറർ എടുത്തിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ തേച്ച് ഒട്ടിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മിററിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ തേച്ച് ഒട്ടിക്കാവുന്നതാണ്. പക്ഷെ വല്ലാണ്ട് തേക്കരുത്, കുറച്ച് മാത്രം. അതിനുശേഷം ഓടിപ്പോയി സ്റ്റിച്ച് ചെയ്യരുത്. കാരണം നമുക്ക് മിറർ ഉണങ്ങാനുള്ള ഒരു ടൈം കൊടുക്കണം. അരമണിക്കൂറിന് ശേഷമോ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടൂ. ഞാനിവിടെ ഓൾറെഡി വേറെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മള് മിറർ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിന് ചുറ്റുമായി നമ്മൾ എന്ത് കൊടുക്കണം? റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. താഴത്തുനിന്നെടുത്ത് കുറച്ച് വിട്ടിട്ട് വേണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ശേഷം ഇതിന് ചുറ്റും, മിററിന് ചുറ്റുമായിട്ട് നമ്മൾ വട്ടത്തില് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. അത് ചെറിയ രീതിയിൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നതാണ് മിറർ വർക്കിന് വളരെ നന്നായിട്ട് കാണുക. ഇങ്ങനെ അടുപ്പിച്ചെടുക്കുക. അപ്പൊ നമ്മൾ വട്ടത്തിൽ ചുറ്റി എവിടെയാണോ വന്ന് തുടങ്ങിയത് അവിടെ തന്നെ എത്തി ചേരേണ്ടതാണ്. അങ്ങനെ അവിടെ തന്നെ എത്തി നിർത്തുക. അതിനുശേഷം നമ്മൾ മെല്ലെ വീണ്ടും സൂചി പുറത്തെടുത്ത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാ ഇവിടെ നിന്ന് ചുറ്റി നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന്റെ ഉള്ളിൽ കൂടെ വേണം ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ. ഇത് കൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിനെ ചുറ്റി ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം അടുത്ത റണ്ണിങ് സ്റ്റിച്ച്, തൊട്ടടുത്തുള്ള അടുത്ത റണ്ണിങ് സ്റ്റിച്ചിലേക്ക് പോയി വീണ്ടും അതിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഉള്ളിലേക്ക് വേണം നമ്മൾ ത്രെഡിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കാൻ. അങ്ങനെ ചുറ്റി നമ്മൾ ഈ കാണുന്ന എല്ലാ റണ്ണിങ് സ്റ്റിച്ചിലൂടെയും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മള് ചുറ്റുമായിട്ട് ഈ ഓരോ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, ഓരോ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്ത് വട്ടത്തില്, മിറർ ഉള്ളിലാവണം,
എന്നിട്ട് അതിന്റെ മുകളിൽ വരണം നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇങ്ങനെ ചുറ്റി ചുറ്റി ചെയിൻ സ്റ്റിച്ച് എടുക്കണം. ഇങ്ങനെ വലിച്ച് മിറർ ഉള്ളിൽ പോകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ. കണ്ടോ, ഇപ്പൊ മിറർ ചെയിൻ സ്റ്റിച്ചിന്റെ ഉള്ളിലായി. അങ്ങനെ ഒന്നും കൂടി ഒരു റൗണ്ടും കൂടി ചുറ്റി പാകത്തിനായി നിർത്തുക. ചെയ്യുമ്പോ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ച് വലിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ മൂടി മൂടി വരുള്ളൂ. ഇതിപ്പോ മിറർ ചെറുതായത് കൊണ്ടാണ്. നമുക്കിപ്പോ മാർക്കറ്റിൽ വലിയ മിററാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ചും കൂടി വലിയ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ചുരിദാറിലും യോക്ക് പാട്ടിലൊക്കെ, നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിന്റെ യോക്ക് പാട്ടിലും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയ സ്റ്റിച്ചാണ്. പിന്നെ ബ്ലൗസിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വർക്കാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇങ്ങനെ ചുറ്റി മിറർ മുഴുക്കം മൂടാൻ പാടില്ല, പാകത്തിന്. ഇതാ ഏകദേശം ആവുമ്പോ നിർത്തുക. എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ എത്തി മെല്ലെ നിർത്തുക. ഇതാ നമ്മൾ ഇവിടെയാണ് തുടങ്ങിയത്. പക്ഷെ നൂലിങ്ങനെ മുന്നിൽ കാണാൻ പാടില്ല. അത് ഉള്ളിൽ കൂടെ എടുത്ത് താഴത്തേക്ക് കുത്തി നിർത്തേണ്ടതാണ്. ഇപ്പൊ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മിറർ വർക്ക് ചെയ്യാൻ പറ്റി. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിലും ചുരിദാറിലും ഒക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്തൊരു ചെറിയൊരു ഡിസൈൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ഞാൻ ചെയ്ത ചെറിയൊരു നെക്ക് ഡിസൈൻ ആണ്. ഇതുപോലെ പല പല മിറേഴ്സും ഒട്ടിച്ച് പല കളേഴ്സിൽ നമുക്ക് നെക്കിൽ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് ഈ മിറർ വർക്ക്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. ചുരിദാറിന്റെ യോക്ക് പാർട്ടിലും ഒക്കെ കൊടുത്ത അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching.